ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡു ഡസ് ഡിഡ് വെച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് എന്നാണ് നോക്കുന്നത്. സോ നിങ്ങൾ ഇതൊന്ന് അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് അറിയിക്കുക. നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം ഉദാഹരണത്തിന് അവൾ പോകും എന്ന് പറയണം. അപ്പം നമുക്കറിയാം ഇത് ഫ്യൂച്ചർ ടെൻസ് ആണ്, അതുകൊണ്ട് വിൽ യൂസ് ചെയ്യണം. ഷീ വിൽ ഗോ എന്ന് വരും. ഇവിടെ വിൽ എന്നുള്ളത് ഓക്സിലറി വേർബാണ്. അപ്പം നമ്മൾ ഇതൊരു ക്വസ്റ്റ്യൻ ആക്കുന്നത് എങ്ങനെയാണ്? അവൾ പോകുമോ എന്ന് ചോദിക്കണം. അപ്പം ഓക്സിലറി വേർബായ വില്ലിനെ ഫ്രണ്ടിലോട്ടാക്കുക. വിൽ ഷീ ഗോ എന്ന് പറഞ്ഞാൽ എന്താവും? അവൾ പോകുമോ? വിൽ ഷീ ഗോ. ഇതേപോലെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയാറില്ലേ? അതായത് അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഇവിടെ സംസാരിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് നമുക്ക് സ്പീക്ക് ആണെന്നറിയാം. അപ്പം ഹീ സ്പീക്സ് ഇംഗ്ലീഷ് എന്ന് വരും. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് എസ് വന്നത്? ഹീ സിംഗുലർ ആണ്, അതുകൊണ്ട് വേർബിനെയും സിംഗുലർ ആക്കണം. വേർബിനെ സിംഗുലർ ആക്കാൻ ബേസ് ഫോം ഓഫ് ദ വേർബിൻ്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യണം. ഇനി നമുക്ക് ഇതൊരു ക്വസ്റ്റ്യൻ ആക്കണം. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ എന്ന് ചോദിക്കണം. സോ ഇവിടുത്തെ ഓക്സിലറി വേർബ് ഏതാണ്? ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഓക്സിലറി വേർബ്സ് ഒന്നും കാണുന്നില്ല അല്ലേ? ഇവിടെ ഒരു കാര്യം ഓർക്കുക, നമ്മൾ സ്പീക്സ് എന്ന് എഴുതിയില്ലേ? ആ സ്പീക്സ് എന്ന് പറഞ്ഞാൽ ഡസ് പ്ലസ് സ്പീക്കാണ്. അതിന് പകരമായിട്ടാണ് നമ്മൾ സ്പീക്സ് എന്ന് എഴുതിയേക്കുന്നത്. സോ ശരിക്കും ഈ ഒരു സെൻറ്റൻസിലെ ഓക്സിലറി വേർബ് ഡസ് ആണ്. സോ അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഡസ് ഹീ സ്പീക്ക് ഇംഗ്ലീഷ്? ഡസ് ഹീ സ്പീക്ക് ഇംഗ്ലീഷ്? ഇവിടെ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. നമ്മൾ സാധാരണ സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞപ്പം ഹീ സ്പീക്സ് എന്നാണ് പറഞ്ഞത് അല്ലേ? പക്ഷെ അതൊരു ക്വസ്റ്റ്യൻ ആക്കുമ്പം ഡസ് ഹീ സ്പീക്ക്. ഇവിടെ നമുക്ക് വേർബിൻ്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡസ് ഹീ സ്പീക്ക് ഇംഗ്ലീഷ്? അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ഇനി അടുത്ത ഒരു സെൻറ്റൻസ് പറയാം. അവൾ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകാറുണ്ട്. പോകുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ഗോ ആണ്. അപ്പം ഷീ ഗോസ് ടു ചർച്ച് ഓൺ സൺഡേസ്. അവൾ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകാറുണ്ട് എന്നാണ് മീനിങ്. ഇനി ഇതൊരു ക്വസ്റ്റ്യൻ ആക്കുന്നത് എങ്ങനെയാണ്? അവൾ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകാറുണ്ടോ? ഇപ്പം നമുക്കറിയാം ഗോസ് എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്തിട്ടുള്ള ഫോമാണല്ലേ? അപ്പം അതെന്താണ്? ഡസ് പ്ലസ് ആ വെർബിന് തുല്യമാണ്. അതായത് ഇവിടെ ഡസ് പ്ലസ് ഗോയ്ക്ക് പകരമായിട്ടാണ് നമ്മൾ ഗോസ് എന്ന് എഴുതിയിരിക്കുന്നത്. സോ ഇവിടുത്തെ ഓക്സിലറി വേർബ് ഡസ് ആണ്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആക്കുന്നത് എങ്ങനെയാണ്? അവൾ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകാറുണ്ടോ? ഡസ് ഷീ ഗോ ടു ചർച്ച് ഓൺ സൺഡേസ്? അവൾ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകാറുണ്ടോ? ഡസ് ഷീ ഗോ ടു ചർച്ച് ഓൺ സൺഡേസ്? ഇനി നമുക്ക് അറിയാം, ഏതെങ്കിലും വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇറ്റാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പം ഇത് ശരിയായി പ്രവർത്തിക്കാറുണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? പ്രവർത്തിക്കുക എന്നുള്ളത് വർക്ക്. ഇറ്റ് വർക്ക്സ് പ്രോപ്പർലി. ഇവിടെ ഇറ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ വർക്ക്സ് എന്ന് വരും. ഇറ്റ് വർക്ക്സ് പ്രോപ്പർലി. ഇനി നമുക്ക് ചോദിക്കേണ്ടത് ഇത് ശരിയായിട്ട് പ്രവർത്തിക്കാറുണ്ടോ എന്ന് ചോദിക്കണം. അപ്പം നമുക്കറിയാം വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഡസ് പ്ലസ് വർക്കാണ്. അപ്പോൾ ഇത് ശരിയായിട്ട് പ്രവർത്തിക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഡസ് ഇറ്റ് വർക്ക് പ്രോപ്പർലി? ഡസ് ഇറ്റ് വർക്ക് പ്രോപ്പർലി? ഇത് ശരിയായിട്ട് പ്രവർത്തിക്കാറുണ്ടോ? സോ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ആക്കാൻ ഹീ ആണെങ്കിലും ഷീ ആണെങ്കിലും ഇറ്റ് ആണെങ്കിലും നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങൾക്കിവിടെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ കിട്ടാറുണ്ട്. കിട്ടുക എന്ന് പറയുന്നത് ഗെറ്റ് ആണല്ലേ? അപ്പം വി ഗെറ്റ് ഫ്രഷ് വെജിറ്റബിൾസ് ഹിയർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിവിടെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ കിട്ടാറുണ്ട് എന്നാണ്. വി ഗെറ്റ് ഫ്രഷ് വെജിറ്റബിൾസ് ഹിയർ. ഇനി ഇതൊരു ക്വസ്റ്റ്യൻ ആക്കണം. നമുക്ക് ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ കിട്ടുമോ അല്ലെങ്കിൽ കിട്ടാറുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഇവിടെ വി ഗെറ്റ് എന്നാണ് പറഞ്ഞല്ലേ? ഇങ്ങനെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ബേസ് ഫോം ഓഫ് ദ വേർബ് മാത്രമേ ഉള്ളെങ്കിൽ ഓർത്തുകൊള്ളുക, അത് ഡു ഗെറ്റിന് പകരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. സോ ഇവിടുത്തെ സെൻറ്റൻസ് ശരിക്കും വി ഡു ഗെറ്റ് ഫ്രഷ് വെജിറ്റബിൾസ് ഹിയർ എന്നാണ്. നമ്മൾ പറയുമ്പം ഡു ഗെറ്റ് എന്ന് പറയാറില്ല. ഇനി ഇതൊരു ക്വസ്റ്റ്യൻ ആക്കണമെങ്കിലോ ഓക്സിലറി വേർബായ ഡു ഫ്രണ്ടിലോട്ട് ആക്കുക. സോ
ഡു വി ഗെറ്റ് ഫ്രഷ് വെജിറ്റബിൾസ് ഹിയർ എന്ന് വരും. ഡു വി ഗെറ്റ് ഫ്രഷ് വെജിറ്റബിൾസ് ഹിയർ. അടുത്തത് അവർ എന്നും സിനിമകൾ കാണാറുണ്ട്. എന്നും എന്ന് പറയാൻ ഡെയിലി എന്ന് പറയാം. ദേ വാച്ച് മൂവീസ് ഡെയിലി. അവർ എന്നും സിനിമകൾ കാണാറുണ്ട്. ഇനി നമുക്ക് ചോദിക്കേണ്ടത് അവർ എന്നും സിനിമകൾ കാണാറുണ്ടോ എന്നാണ്. അപ്പോൾ ഇവിടെ വാച്ച് എന്നേ ഉള്ളൂ. വാച്ച് എന്ന് പറഞ്ഞാൽ ഡു പ്ലസ് വാച്ചിന് ഇക്വലൻ്റ് ആണ്. അപ്പം ഡു ദേ വാച്ച് മൂവീസ് ഡെയിലി. അവർ എന്നും സിനിമകൾ കാണാറുണ്ടോ? ഡു ദേ വാച്ച് മൂവീസ് ഡെയിലി. സോ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഡസ് യൂസ് ചെയ്യുക. ഓക്കെ. ഇനി സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, അതായത് അയ്യോ, യുവോ, വിയോ, ദയോ ആണെങ്കിൽ ഡു വെച്ചിട്ടാണ് ചോദിക്കേണ്ടത്. ഇനി അടുത്ത ഒരു സെൻസ് കൂടെ നോക്കുക. അവൾക്ക് കാർ ഉണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഷീ ഹാസ് എ കാർ അല്ലേ? ഇനി അവൾക്ക് കാർ ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കും? നമുക്കറിയാം സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഡസ് ഷീ ഹാസ് വരുമോ ഹാവ് വരുമോ? ഇവിടെ ഹാവ് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഡസ് പ്ലസ് ഹാവ് ആണ് ഹാസ്. അതായത് ഡസ് പ്ലസ് ഹാവിന് പകരമായിട്ടാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്തത്. അപ്പോൾ ശരിക്കും വേർബ് ഏതാണ്? ഹാവ് ആണ്. അതായത് ബേസ് ഫോം ഓഫ് ദ വെർബാണ് നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഡസ് ഷീ ഹാവ് എ കാർ എന്നാണ് വരേണ്ടത്. അല്ലാതെ ഡസ് ഷീ ഹാസ് എ കാർ എന്നൊരിക്കലും പറയരുത്. ഡസ് ഷീ ഹാവ് എ കാർ. ഈ ടോപ്പിക്ക് ക്ലിയർ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്ക്രീനിൽ 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 2 എന്ന് പറയുന്നത് ഡു ഡസ് യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ്. ലാസ്റ്റ് 2 സെൻറ്റൻസസിലെ മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് ഇപ്പം തന്നെ ഇതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഡിഡ് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, അവൾ ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങി. അപ്പം ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഉറങ്ങുക എന്ന് പറയാൻ സ്ലീപ്പ്, ഉറങ്ങി എന്ന് പറയാൻ സ്ലെപ്റ്റ്. ഷീ സ്ലെപ്റ്റ് വെരി വെൽ ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി. അപ്പം ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങി എന്ന് പറയുന്നത് ഷീ സ്ലെപ്റ്റ് വെരി വെൽ ലാസ്റ്റ് നൈറ്റ്. ഇനി നമുക്ക് ചോദിക്കേണ്ടത് അവൾ ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങിയോ എന്നാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ, സ്പീക്സ് എന്ന് പറഞ്ഞാൽ ഡസും സ്പീക്കൂടെ കമ്പൈൻ ചെയ്ത് പറയുന്നതാണ്. അതേപോലെ തന്നെ പാസ്റ്റ് ഫോമിലുള്ള വേർബ്സ് ഇല്ലേ, ഇവിടെ സ്ലെപ്റ്റ്, അത് ശരിക്കും ഡിഡ് പ്ലസ് സ്ലീപ്പിന് പകരമായിട്ടാണ് നമ്മൾ സ്ലെപ്റ്റ് എന്ന് എഴുതിയത്. സോ ഒരു വേർബ് പാസ്റ്റ് ഫോമിലാണെങ്കിൽ ഓർക്കുക അവിടുത്തെ ഓക്സിലറി വേർബ് ഡിഡ് ആണ്. ഇനി ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഓക്സിലറി വേർബിനെ ഫ്രണ്ടിലോട്ടാക്കുക. സോ ഇതെങ്ങനെ വരും? ഡിഡ് ഷീ സ്ലീപ്പ് വെരി വെൽ ലാസ്റ്റ് നൈറ്റ്. ഡിഡ് ഷീ സ്ലീപ്പ് വെരി വെൽ ലാസ്റ്റ് നൈറ്റ്. ഇവിടെ നിങ്ങൾ കണ്ടോ, ഡിഡിൻ്റെ കൂടെ വന്നപ്പം സ്ലീപ്പ് ബേസ് ഫോം ഓഫ് ദ വെർബാണ് എപ്പോഴും ചേർക്കേണ്ടത്. അതായത് ഡു വന്നാലും ഡസ് വന്നാലും ഡിഡ് വന്നാലും ക്വസ്റ്റ്യനിൽ എപ്പോഴും ബേസ് ഫോം ഓഫ് ദ വെർബായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അടുത്തത് അവർ ചെടിക്ക് വെള്ളമൊഴിച്ചു. അപ്പം വെള്ളം എന്ന് പറയാൻ നമുക്കറിയാം ഇംഗ്ലീഷിൽ വാട്ടർ എന്നാണ്. വെള്ളം ഒഴിക്കുക എന്ന് പറയുന്നതും വാട്ടർ എന്നാണ്. അപ്പം അവർ ചെടിക്ക് വെള്ളം ഒഴിച്ചു എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് വേണം, വാട്ടേർഡ്. അപ്പം ദേ വാട്ടേർഡ് ദ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അവർ ചെടിക്ക് വെള്ളം ഒഴിച്ചു എന്നാണ്. ഇനി നമുക്ക് ചോദിക്കേണ്ടത് അവർ ചെടിക്ക് വെള്ളം ഒഴിച്ചോ എന്നാണ്. അപ്പം നമുക്കറിയാം വാട്ടേർഡ് എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് വാട്ടർ ആണ്. അപ്പം ഡിഡ് ദേ വാട്ടർ ദ പ്ലാന്റ്സ്, ഡിഡ് ദേ വാട്ടർ ദ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അവർ ചെടിക്ക് വെള്ളം ഒഴിച്ചോ എന്നാണ്. അടുത്തത് ഞങ്ങൾ അവനെ ക്ഷണിച്ചു. ക്ഷണിക്കുക എന്നുള്ളത് ഇൻവൈറ്റ് ആണ്. അപ്പോൾ ക്ഷണിച്ചു എന്ന് പറയാൻ ഇൻവൈറ്റഡ്. വി ഇൻവൈറ്റഡ് ഹിം. ഞങ്ങൾ അവനെ ക്ഷണിച്ചു. ഇനി ഇത് ക്വസ്റ്റ്യൻ ആക്കുന്നത് എങ്ങനെയാണ്? ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് ഇൻവൈറ്റ് ആണ്. അപ്പം ഡിഡ് വി ഇൻവൈറ്റ് ഹിം, നമ്മൾ അവനെ ക്ഷണിച്ചോ? ഡിഡ് വി ഇൻവൈറ്റ് ഹിം. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ പാസ്റ്റ് ടെൻസിൽ ഏത് സബ്ജക്റ്റ് വന്നാലും സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഡിഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. അടുത്തത് അവർ അവളെ ബോധ്യപ്പെടുത്തി. ഇതെങ്ങനെയാണ് പറയുന്നത്? ദേ കൺവിൻസ്ഡ് ഹേർ. അപ്പം അവർ അവളെ ബോധ്യപ്പെടുത്തിയോ എന്നെങ്ങനെ ചോദിക്കും? ഡിഡ് ദേ കൺവിൻസ് ഹേർ, ഡിഡ് ദേ കൺവിൻസ് ഹേർ. അവർ അവളെ ബോധ്യപ്പെടുത്തിയോ എന്നാണ് മീനിങ്.
സോ നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഡിഡിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ തരുന്നുണ്ട്. ഇതും നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. സോ ഓർക്കേണ്ട പോയിന്റ്സ് ഇതാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഡൂവും ഡസും യൂസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് യൂസ് ചെയ്യുക. പിന്നെ ഡിഡ് ആണെങ്കിലും ഡൂ ആണെങ്കിലും ഡസ് ആണെങ്കിലും കൂട്ടത്തിൽ വരുന്ന വേർബ് എപ്പോഴും ബേസ് ഫോമിൽ തന്നെ ആയിരിക്കണം. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.